ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കാമിനെ കുറിച്ച് സംസാരിക്കണം കേട്ടോ. സ്കാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തിരിച്ചു വരുമോ, അല്ലെ എക്സ് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലവ് ബാക്ക് ചാലഞ്ച്, ലവ് ബാക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആഡാണ്. ആരും അതിൽ പോയി ചാടാതിരിക്കുക, വലിയൊരു സ്കാമാണത്. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ഇങ്ങനെ ഒരു ആഡ് കണ്ടായിരുന്നു. അവൻ അതിന് മെസ്സേജ് ഇട്ട് അറിയാതെ മെസ്സേജ് പോയി. അവർ പിന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് അവനെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിച്ചു. 1500 പേയ്മെൻറ്റ് ചെയ്ത് ഒരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ അവർ തിരിച്ച് നിനക്ക് മെസ്സേജ് ഇടും. 100% ഷുവറാ, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കൊടുത്തിരിക്കും, ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഒരു 1500 ചെയ്ത് കഴിഞ്ഞപ്പം ഇവർ പൂജയുടെ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവരുടെ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1500 ചോദിച്ചു. അപ്പോഴേ ഇവൻ എന്ത് കൂടായ്പ നടത്തിട്ട് ഇവൻ പറഞ്ഞു അവൻ്റെ അത്രയുമില്ല, 1500 കൊടുക്കാനില്ല, ഇത് ഓക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും 1500 കൂടെ തരാം. അപ്പം ഇവർ ഓക്കെ പറഞ്ഞ് ഒരു 1500 ഇവർ ഫീസുണ്ട്, ഇത് കഴിയുമ്പോൾ എന്തായാലും തരണം, അവർ വിശ്വസിച്ച് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോയി. ഇവൻ ഒരു ദിവസം കഴിഞ്ഞിട്ടും റിപ്ലൈ ഒന്നുമില്ല, അവളും മെസ്സേജ് ചെയ്യുന്നില്ല, ഇവിടെ ആരും മെസ്സേജ് വരുന്നില്ല എന്ന് കണ്ടിട്ട് ഇവൻ ഇവർക്ക് മെസ്സേജ് അയച്ചു. ഈ ആഡ് കണ്ട അവർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, നിങ്ങളപ്പോൾ കൂടായ്പാണോ. പിന്നെ ഒരു റിപ്ലൈ വരുന്ന 1K പോകുന്നുള്ളൂ. ഇവൻ പിന്നെ ഡൗട്ട് അടിച്ച് നോക്കിയപ്പോഴത്തേ എന്താ ഇവർ ബ്ലോക്കാക്കി പോയിരിക്കുക. ഇവർക്ക് കിട്ടേണ്ട ലാഭം അവർക്ക് കിട്ടി, അവർ പോയിരിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ ഒരു സ്കാമാണ്. നിങ്ങളെ ഇഷ്ടമില്ലാത്തവരായിരിക്കും നിങ്ങളെ വിട്ട് പോകുന്നത്. അപ്പോൾ അവർ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്കാമാണ്. അവരെ തിരിച്ച് വരുത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നിങ്ങളെ ഇഷ്ടമുള്ളവരൊരിക്കലും നിങ്ങളെ വിട്ട് പോകത്തില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ക്യാഷ് നഷ്ടപ്പെട്ടവർക്കുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ 1930 എന്നുള്ള നമ്പർ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, ഓൺലൈൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, ചീറ്റിംഗ് ഫ്രോഡ് എന്നുള്ള ഒരു ഇതായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട് ഓഫ്ലൈൻ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ എന്തെങ്കിലും പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് സംസാരിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട്, പിന്നെ നിങ്ങൾ പൈസ അയച്ചു കൊടുത്തതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും, അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ഏതിനകത്ത് അയച്ചു കൊടുത്തത്, അവർ കോൺടാക്ട് ചെയ്ത നമ്പർ, ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ വെച്ചിരിക്കുക. ഇപ്പോൾ ചാടിയവനാണെന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികം, ആരായാലും പോയി ചാടിയെന്നിരിക്കും. അപ്പം നിങ്ങൾ കേസ് കൊടുക്കാൻ മടിക്കാതിരിക്കുക. എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുക. പിന്നെ ബാങ്കിൽ പോയി റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ ഫേക്കായിട്ട് എമൗണ്ട് പോയിട്ടുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന എളുപ്പം അവർ ചെയ്തിരിക്കും. അപ്പം മറക്കണ്ട, 1930 ഓൺലൈനായിട്ട് കേസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുക. ചീറ്റിംഗ് ഫ്രോഡിന് ഇതിനായിട്ടുള്ള കേസ് അവർക്ക് എടുക്കും. ചിലപ്പോൾ നിങ്ങളുടെ പൈസ തിരിച്ചിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മറക്കണ്ട, എല്ലാവരും ഫോളോ ചെയ്യുക, മറക്കണ്ട.